ഒരു 4 അക്ക സംഖ്യയെ 2 അക്ക സംഖ്യ കൊണ്ട് ഹരിക്കാം. 8545 ഹരിക്കണം 27 എന്ന് വിചാരിക്കാം. എങ്ങനെയും 8545 ഹരിക്കണം 27. 8545 ഉള്ളിലും 27 പുറത്തുവിടുക. ഇനി ഏറ്റവും ഇടതുവശത്തു നിന്നാണ് ഹരണം തുടങ്ങേണ്ടത്. അപ്പോൾ ആദ്യം 8-ലെ 27 ഉണ്ടോ നോക്കണം. 8-ൽ 27 ഇല്ല നമുക്കറിയാം. അപ്പോൾ 85-ൽ എത്ര 27 ഉണ്ടോ നോക്കണം. അതിന് നമുക്ക് ഇതിലും തന്നെ ഏറ്റവും ഇടതുവശത്തുള്ള അക്കം 8ഉം ഏറ്റവും ഇടതുവശത്തുള്ള അക്കം 22 എടുക്കാം. ഈ 27 എന്നുള്ളത് 30-ന് അടുത്ത സംഖ്യ ആയതുകൊണ്ട് നമുക്ക് 8-ൽ എത്ര 3 ഉണ്ട് നോക്കിയിട്ട് ശരിയാവുമോ നോക്കാം. 8-ൽ എത്ര 3? 1 3 3, 2 3 6, 3 3 9. അപ്പോൾ 3 3-ൻ്റെ 2 3 ഇട്ട് നോക്കാം. ഇനി 85-ലാണ് നമ്മൾ നോക്കുന്നത് 27 അല്ലേ, അത് മറക്കരുത്. അപ്പോൾ ഈ 2 എന്നുള്ള ആൻസർ 5-ൻ്റെ മുകളിലാണ് എഴുതേണ്ടത്. 2 3 ആണ് 6. എന്നിട്ട് 2 3 6 എന്ന് എഴുതല്ല ചെയ്യുക. എന്താ ചെയ്യുക? ഈ 7 14-ന് 4 ബാലൻസ് 1, ഈ 2 4 1 5. ഇനി കുറച്ച് നോക്കാം. അപ്പോൾ കുറയ്ക്കുമ്പോൾ ശിഷ്ടം 27 അതിൽ വലിയ സംഖ്യ ഇവിടെ വന്നാൽ ഈ ആൻസർ ശരിയല്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് നോക്കാം. 5-ന്ന് 4 പോയാൽ 1, 8-ന്ന് 5 പോയാൽ 3. അപ്പോൾ ഇത് ശരിയല്ല. കാരണം എന്താ? 27-നേക്കാൾ വലിയ സംഖ്യയാണ് ബാലൻസ് വന്ന് 31. അപ്പോൾ ഇവിടെ 2 അല്ല, നമുക്ക് 3 ഇട്ട് നോക്കാം. 3 ഇട്ടാൽ ഇതൊക്കെ ഒഴിവാക്കണം. എന്ത് ചെയ്യും? 3 7 21-ന് 1 ബാലൻസ് 2, 3 2 6 2 8. അപ്പോൾ 81 വന്നു. അപ്പോൾ ശരിയാണ്, കാരണം 85-ആണ് മുകളിലുള്ളത്. ഇനി 5-ന്ന് 1 കുറച്ചാൽ 4, 8-ന്ന് 8 പോയാൽ 0. ഇനി അടുത്ത അക്കം ഇറക്കിയിടുക. ഒന്നിച്ച് 45 ഇറക്കിയിടരുത്. എന്ത് ചെയ്യണം? 4 ഇറക്കിയിടുക. ഓരോ അക്കങ്ങളാണ് ഇറക്കിയിടേണ്ടത്. ഇപ്പോൾ ഇത് 44ആയി. ഈ 44-ൽ എത്ര 27 ഉണ്ട് നോക്കണം. അപ്പോൾ എത്ര 27 ആവും? നേരത്തെ നമ്മൾ നോക്കിയ പോലെ 4-ൽ എത്ര 2 ഉണ്ട് നോക്കിയിട്ട് ശരിയാവുമോ നോക്കാം. 4-ൽ എത്ര 2? 2 2. ഇപ്പോൾ 2 ഇട്ടു. 2 ഈ 7 14-ന് 4 ബാലൻസ് 1, ഈ 2 4 1 5. ഇത് ശരിയല്ല, കാരണം 44-ൻ്റെ ചോട് 54-ആണ് വന്നത്. അപ്പോൾ 2 തവണ ഉണ്ടാവില്ല, 1 തവണ ഇട്ട് നോക്കാം. 1. അപ്പോൾ ഇത് ഒഴിവാക്കണം. 1 7 7, 1 2 2. ഇനി കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 4-ന്ന് 7 പോവില്ല, 14-ന്ന് 7 കുറയ്ക്കുക. 7 7 14. അപ്പോൾ 14-ലേക്ക് 1 ഇവിടുന്നാണ് എടുത്തതെന്നുള്ളതുകൊണ്ട് ഇത് 4 ഇല്ല, പിന്നെ 3 ഉള്ളൂ. അപ്പോൾ 3-ന്ന് 2 പോയാൽ 1, 17 എന്ന് കിട്ടി. അപ്പോൾ ഇത് ശരിയാണ്, കാരണം 27 അതിലും വലിയ സംഖ്യയോ ബാലൻസ് വരാൻ പാടില്ല. ഇവിടെ 17ആണ് വന്നിട്ടുള്ളൂ. ഇനി അടുത്ത അക്കം കൂടി ഇറക്കിയിടുക. എത്രയാണ്? 5. അപ്പോൾ അത് എത്രയായി? 175ആയി. ഇനി 175-ൽ എത്ര 27 ഉണ്ടെന്ന് നോക്കണം. അതിന് 17-ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 8 2 ആണ് 16. 8 ഇട്ട് നോക്കാം. 8 ഇടുമ്പോൾ 8 7 56-ന് 6 ബാലൻസ് 5, 2 16-ഉം 5-ഉം 21. ഇത് ശരിയല്ല, കാരണം 175-ൻ്റെ ചോടെ 216 വരാൻ പാടില്ല. അപ്പോൾ ഈ ഇവിടെ 8 ഉണ്ടാവില്ല. 7 ഇട്ട് നോക്കാം. 7. അപ്പോൾ ഇതും വേണ്ട. ഇനിയോ 7 7 49-ന് 9 ബാലൻസ് 4, 7 2 14-ഉം 4-ഉം 18. ഇതും ശരിയല്ല, കാരണം 175-ൻ്റെ ചോടെ 189 വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് 6 ഇട്ട് നോക്കാം. 6 ഇടുമ്പോഴോ 6 7 42-ന് 2 ബാലൻസ് 4, 6 2 12-ഉം 4-ഉം 16. അപ്പോൾ ശരിയാവാം അല്ലേ, കാരണം 175-ൻ്റെ ചോടെ 162 വന്നിട്ടുള്ളൂ. ഇനി കുറച്ച് നോക്കാം. കുറയ്ക്കുമ്പോൾ ഇതിലും വലിയ സംഖ്യ ബാലൻസ് വരരുത് നോക്കാം. 5-ന്ന് 2 പോയാൽ 3,
7 6 പോയാൽ 1. അപ്പോൾ ശരിയാണ്, ഇതിലും വലിയ സംഖ്യ അല്ല. ഇനി അടുത്ത അക്കങ്ങളൊന്നും ഇറക്കിയിടാനില്ല. അപ്പോൾ എന്താണ്, ഇത് ശിഷ്ടം ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8545നെ 27 കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 316 എന്നും ശിഷ്ടം 13 എന്നും കിട്ടി. ശിഷ്ടം 13.